കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിൻ്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ഇല്ല എനിക്ക് ഓർമ്മയില്ല. അന്ന് ഒന്നാമത് പ്രത്യേകിച്ച് കോവിഡ് ആയിരുന്നുകൊണ്ടാണ് കോവിഡിലായിരുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ. കോവിഡ് ഗർഭിണികൾ പ്രൈവറ്റ് ആശുപത്രിക്കാരൊന്നും എടുക്കുന്നില്ല, എല്ലാം ഞങ്ങളല്ലേ. ദൂരം കോവിഡ് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ഒത്തിരി നമ്മളന്ന് ഫുൾ അതിലായിരുന്നു. അതൊന്നും ഒരു വലിയൊരു മറ്റ് പ്രൈവറ്റ് ആശുപത്രികളിലെ പ്രൈവറ്റ് കൺസൾട്ടേഷൻ പോലെ വലിയൊരു സംഭവമൊന്നുമല്ല, നമ്മൾ സമ്പാദിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാനൊരു 38 കൊല്ലം ഗവൺമെൻറ്റിൽ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത ആളാണ്. മനസ്സിലായോ? അതെല്ലാവരും ചോദിക്കുക. ഇല്ല, അതറിയത്തില്ല. ഇതിൻ്റെ എണ്ണത്തിനൊന്നും ഒരു കണക്കും ഗവൺമെൻറ് ആശുപത്രികളിലില്ല. അതൊക്കെ സിസ്റ്റം, പണ്ട് മന്ത്രി പറഞ്ഞാൽ ഇതൊന്നും സിസ്റ്റം ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകാനുള്ള സ്റ്റാഫില്ല പ്രോപ്പർ. ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഒരു ഫ്ലോർ നേഴ്സ് ഇങ്ങനെ വേണം നിർബന്ധമായിട്ടൊന്ന് ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്തപ്പോൾ എനിക്ക് എല്ലാ കേസിനും ഫ്ലോർ നേഴ്സ് ഉണ്ട്. അല്ല, അത് സർജറി രജിസ്റ്ററിൽ ചെയ്ത ആളുടെ പേര്, കേസ് ഷീറ്റിൻ്റെ ഫ്രണ്ടിൽ യൂണിറ്റ് ചീഫിൻ്റെ പേര് വരും. പക്ഷേ സർജറി രജിസ്റ്ററിലും സർജറി നോട്ട്സിലും ചെയ്തവരുടെ പേര് അത് ഇന്ന് എടുക്കുമ്പോൾ കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് പറയും ആരാ ചെയ്തേക്ക്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ ചെയ്ത ഒരാളുടെ തലയിൽ വെക്കുന്നതും കഷ്ടമാണ്. അത് സിസ്റ്റം ഇങ്ങനെയാണ്. ശരിക്കും ഒരു ബോർഡ് വെച്ച് എത്ര ഇൻസ്ട്രുമെൻ്റ് ഉണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എഴുതണം. അങ്ങനെ ഒരു ഫ്ലോർ നേഴ്സ് എന്നൊരു തസ്തിക നമ്മുടെ ഒരു തിയേറ്ററിൽ ഇല്ല ഗവൺമെൻറ് സെറ്റപ്പിൽ. എൻ്റെ അറിവിലില്ല എന്നാണ്. ഇനിയിപ്പോൾ ഇന്നാളത്തെ കോഴിക്കോട് ഇഷ്യൂ വന്നേ പിന്നെ എല്ലായിടവും വന്ന് കാണും ചിലപ്പോൾ, എനിക്ക് അറിഞ്ഞോളൂ. ഞാനുള്ളപ്പോൾ ഇല്ല. അതുകൊണ്ട് ഈ ഫ്ലോർ നേഴ്സ് എഴുതിയിരുന്നെങ്കിൽ ലാസ്റ്റ് ഡോക്ടർക്ക് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിസ്റ്റർ പറയും, മാഡം ഞാൻ ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട്, അങ്ങനെ നോക്കും, ഇത്ര എണ്ണം ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഓർമ്മയിൽ ഒരു പെശക് വന്നു പോയാൽ അത് പെശകാണ്. കഴിയുന്നത്ര നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് അകത്തിടത്തില്ല. ഇതെങ്ങനെ ഈ വലിയ ട്യൂമർ ആയതുകൊണ്ട് പിന്നെ എന്തോ 3.5 കിലോ അതുകൊണ്ടാണ് ചെയ്തത്. അല്ലെ കോവിഡ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സർജറി ചെയ്യത്തില്ല. ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ആയിരുന്നു. പേഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പോൾ ചെയ്തവർക്ക് അത് വരെയായി. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാമെന്നല്ലേ, തെറ്റാണ്. പക്ഷേ വയറ്റിൽ ഇത് ഇരുന്നതുകൊണ്ട് ഒന്നും അറിയാം. ഇത് പണ്ട് 20 കൊല്ലം മുമ്പ് വെച്ചതും ആകാം, ഇപ്പോൾ വെച്ചതാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇനിയിപ്പോൾ വല്ല കെമിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് പഴക്കം കണ്ടുപിടിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും, അല്ലാതെ അറിയാൻ പറ്റത്തില്ല.